ആവേശമായി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിന് കോഴിക്കോട് തുടക്കം. ശാരീരിക, ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ലോവർ എബിലിറ്റി, ഹയർ എബിലിറ്റി എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. ദേശീയ ദുഃഖാചരണമുള്ളതിനാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പെൺകുട്ടികളുടെ 100 മീറ്റർ മത്സരം. ഒപ്പമുള്ള കുട്ടികൾ മുന്നിലോടിയപ്പോൾ കോഴിക്കോട് പുറക്കാട് ശാന്തി സദനം സ്പെഷ്യൽ സ്കൂളിലെ നന്ദനയും റിയയും ഒന്നു നിന്നു. സ്നേഹത്തിന്റെ കരങ്ങൾ ചുറ്റും. അവരോടിത്തീരുന്നതുവരെ അവർക്കൊപ്പം വളണ്ടിയർമാരും കൂടി. ചുറ്റുമുയരുന്ന കയ്യടികളും. കാക്കനാട് ചെമ്പുമുക്ക് സ്നേഹനിലയം സ്പെഷ്യൽ സ്കൂളിലെ ഏഞ്ചൽ ഷൂ ഊരിപ്പോയപ്പോൾ അതും കയ്യിൽ പിടിച്ച് ഓട്ടം പൂർത്തിയാക്കി. കോട്ടയം ആശാനികേതനിലെ നന്ദന ഷൂ അവിടെ തന്നെ ഇട്ട് ഓടി. മത്സരത്തിനുമപ്പുറം സ്നേഹവും ഒത്തൊരുമയും പങ്കുവയ്ക്കുക കൂടി സ്പെഷ്യൽ ഒളിമ്പിക്സ് ലക്ഷ്യം വെക്കുന്നു. 1ഉം 2ഉം സ്ഥാനക്കാർക്ക് മാത്രമല്ല, പങ്കെടുത്ത എല്ലാവർക്കും മെഡൽ നൽകുന്നുമുണ്ട് എന്നതാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിനെ വേറിട്ട് നിർത്തുന്നത്. എത്രാമത്തേതാ? ഒന്ന് കാണിച്ച സമ്മാനം. സെക്കൻഡ് കിട്ടിയല്ലേ? 100 മീറ്റർ ഫസ്റ്റ് മെഡൽ കിട്ടി. കേരളത്തിലെ 235 സ്പെഷ്യൽ ബഡ്സ് നോർമൽ സ്കൂളുകളിൽ നിന്നായി 24 ഇനങ്ങളിൽ 4468 പേരാണ് പങ്കെടുക്കുന്നത്. പൊതുവെ ഭിന്നശേഷി വിഭാഗത്തിൽ തന്നെ സ്വന്തം ആവശ്യാവകാശങ്ങൾ ഉന്നയിക്കാൻ ശേഷിയില്ലാത്ത നിസ്സഹായത അനുഭവിക്കുന്ന വ്യക്തികളാണ് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർ. അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന സാമൂഹ്യ അവബോധം സൃഷ്ടിക്കാനാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള സ്പോർട്സിലൂടെയും അതേപോലെ മറ്റ് കലാപരിപാടികളുടെയും ഒക്കെ ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് മറ്റന്നാൾ സമാപിക്കും. മീഡിയ 1 കോഴിക്കോട്.